ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സാത്വികീ ഗുണവിലാസചിത്രിതാ ആത്മന പരമപാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 150 ഭാഗം അവതരണം തുടർച്ച. പിടിയരിയും ഭക്ഷണവും. ചിറയിൻകീഴ്, കടക്കാവൂർ, വക്കം, നെടുങ്കണ്ട, വർക്കല തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗുരുഭക്തിയുള്ള കുടുംബങ്ങളിൽ ഒരു കാലത്ത് പിടിയരിപ്പാത്രം വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ഭവനങ്ങളിൽ അന്നന്നത്തെ ചോറ് വയ്ക്കുന്നതിനായി എടുക്കുന്ന അരിയിൽ നിന്നും ഒരു പിടി വാരി ഒരു പ്രത്യേക പാത്രം വെച്ച് അതിൽ പതിവായി നിക്ഷേപിക്കുമായിരുന്നു. ആ പാത്രത്തിനാണ് പിടിയരിപ്പാത്രം എന്ന് പറഞ്ഞു പോന്നിരുന്നത്. പിടിയരിപ്പാത്രത്തിലെ അരി മുഴുവനും ശിവഗിരിക്കുള്ളതായിരുന്നു. ആ ഭവനങ്ങൾക്കെല്ലാം അതൊരു നേർച്ച പോലെയായിരുന്നു. ശിവഗിരിയിൽ നിന്നെത്തുന്ന അന്തേവാസികളാണ് പിടിയരി ശേഖരിച്ചു വന്നിരുന്നത്. ചില ഭവനങ്ങളിൽ നിന്ന് അരിക്ക് പുറമെ ആ അന്തേവാസികൾക്ക് പ്രത്യേകമായി ഭക്ഷണവും ദക്ഷിണയും അന്ന് കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ വളരെ പുണ്യവും പവിത്രവുമായ കാര്യങ്ങളായിട്ടാണ് ആ വീട്ടുകാർ കണ്ടിരുന്നത്. ഗുരുദേവന്റെ സന്നിധാനത്തിൽ നിന്നും എത്തുന്നവരെ വെറും കൈയോടെ അയച്ചുകൂടുന്നൊരു ചിന്തയും വിശ്വാസവും അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വലിയ ഒരു ധനികന്റെ വീട്ടിലായിരുന്നു അരി ശേഖരിക്കുവാൻ അന്തേവാസികൾ പോയിരുന്നത്. അന്ന് അക്കൂട്ടത്തിൽ ഭാർഗവനും അഥവാ പിൽക്കാലത്ത് ആയുർവേദാചാര്യനായി തീർന്നിരുന്ന വി ഭാർഗവൻ വൈദ്യർ ഉണ്ടായിരുന്നു. അരിയെല്ലാം ചാക്കിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിനായി വീട്ടുകാർ ശിവഗിരിയിൽ നിന്നെത്തിയവരെ ക്ഷണിച്ചു. സാധാരണ നിലയിൽ ശിവഗിരിയിൽ നിന്നെത്തുന്നവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടേ വീട്ടുകാർ ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അവിടുത്തെ ഗൃഹനാഥൻ ആദ്യം ഊണ് കഴിച്ച ശേഷം വീടിന്റെ പുറത്തുള്ള ഒരു കെട്ടിൽ വെച്ച് അവർക്ക് ഭക്ഷണം വിളമ്പാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അത്
ചെന്നിരുന്നവരെല്ലാം ഹരിജനങ്ങളാണെന്ന ധാരണയിലായിരുന്നു. ആ വിവരം ഗുരുദേവൻ അറിയാനിടയായി. അതോടെ ശിവഗിരിയിൽ ഉള്ളവർ മറ്റു വീടുകളിൽ പോയി ഭക്ഷണത്തിനിരിക്കുന്ന പതിവ് നിർത്തൽ ചെയ്തു. ജാതിയുടെ പേരിലുള്ള ഏതൊരു വിവേചനത്തെയും മുളയിലേ നുള്ളുക എന്നതായിരുന്നു ഗുരുദേവന്റെ ശൈലി. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം പിടിയരിയും ഭക്ഷണവും അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.